സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം വന്നിരിക്കുന്ന കാർഡ് മൂണാണ്. മൂന്നുള്ള കാർഡ് ഭയത്തിൻ്റെ കാർഡാണ്. അതിൽ മനുഷ്യന്മാരേ ഇല്ല, ഒരു വോൾഫും ഒരു ഡോഗും ക്രേഫിഷും മൂണൊക്കെ ആയിട്ടുള്ള കാർഡാണ്. ഈ കാർഡ് ഭയത്തിനെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ കാർഡ് ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ട പോലെയല്ല. ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യാണ്, ഒരു അനിശ്ചിതാവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ട് ഏത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്ന കാർഡാണ് ഈ മൂൺ കാർഡ്. ഈ മൂൺ കാർഡ് നമ്മൾ ഇൻഡ്യൂഷൻ്റെ കാർഡും കൂടിയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയണതെന്ന് നോക്കിയിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യാമെന്നാണ് ഈ കാർഡ് പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ആരോഗ്യത്തിൻ്റെ അവസ്ഥയെ നോക്കണോണ്ട് ആരോഗ്യം മോശമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും എന്നാണ് ഈ മൂൺ കാർഡ് പറയണത്. അപ്പോൾ അതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മുടെ അവബോധം നമ്മളോട് എന്താ പറയണേ, അതിനനുസരിച്ചിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യണം എന്നാണ് പറയണത്. നെക്സ്റ്റ് കാർഡ് എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ പല ചികിത്സയൊക്കെ നമ്മൾ ചെയ്തു നോക്കി, പക്ഷേ അതേ അവസ്ഥയാണ്. പെൻറ്റക്കിൾ മണി മാത്രമല്ല സൂചിപ്പിക്കണേ, പെൻറ്റക്കിൾ ഹെൽത്തിനെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ മൂൺ കാർഡിൽ ആരോഗ്യം മോശമായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ അവബോധം അനുസരിച്ച് നമ്മൾ ചികിത്സകളൊക്കെ എടുത്തു, എങ്കിലും അതേ രീതിയിൽ തന്നെ വലിയ മാറ്റമൊന്നും ഇല്ലാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുക. കണ്ടോ, ഈ കുതിര മൂവ് ചെയ്യണില്ല, അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത് ഹെൽത്താണ്, ഹെൽത്തിലെ മണിയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസിനെ പറയണോണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് കാർഡ് മൂൺ കാർഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ നിശ്ചയമാണത്. യൂണിവേഴ്സിന് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ എന്ന് പറഞ്ഞത്, നമ്മൾ പൂർവജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലം ഈ ജന്മം നമ്മൾ രോഗങ്ങളായിട്ടാണ് അനുഭവിച്ച് തീർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ മൂൺ വന്നത് യൂണിവേഴ്സൽ കാർഡായതുകൊണ്ട് ഒരുപക്ഷെ ഈ ജന്മത്തെയും കഴിഞ്ഞ ജന്മത്തെയും നമ്മൾ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ രോഗാവസ്ഥ വന്നതെന്നാണ് ഈ കാർഡ് പറയണത്, യൂണിവേഴ്സൽ കാർഡ്. പക്ഷേ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നല്ല കാർഡാണ്, ദ സൺ. സൺ എന്ന് പറഞ്ഞാൽ ഗുഡ് ഹെൽത്തിനെ പറയണതാണ്. സണ്ണ് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്, നല്ല ആരോഗ്യത്തിൻ്റെ കാർഡാണ്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് നല്ലതാണ്. ആ കാർഡ് നമുക്ക് നല്ല ആരോഗ്യം കൊണ്ടുവരും, നമുക്ക് വിജയം കൊണ്ടുവരും, നമുക്കൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ തോന്നും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഘട്ടത്തിലൂടെയാണ് പോകുന്നത്, എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ബെറ്ററാവും, ആരോഗ്യമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബെറ്ററാവും. സൺ എന്ന് പറഞ്ഞാൽ സൺ എന്നുള്ള ഗ്രഹം തന്നെ ആരോഗ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സൂര്യോദയത്തിന് മുന്നേ എണീറ്റ് സൂര്യാരാധനയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യാം, സൂര്യഗായത്രി ജപിക്കാം. സൂര്യ നമസ്കാരം വളരെ വിശേഷമാണ്. സൂര്യഗായത്രി നല്ലതാണ്. പറ്റുമെങ്കിൽ വെജിറ്റേറിയൻ ആവാം, സാത്വികാഹാരം കഴിക്കുക, യോഗ, മെഡിറ്റേഷൻ. മനസ്സിൽ സ്ട്രെസ്സ് പാടില്ല, മനസ്സിൽ സ്ട്രെസ്സ് വന്നാൽ തന്നെ രോഗങ്ങൾ കൂടും. അപ്പോൾ മനസ്സിനെ മെഡിറ്റേഷൻ ചെയ്ത് കാമാക്കുക. കുറച്ച് നേരം കണ്ണടച്ചിട്ട് ശ്വാസത്തിനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു 20 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റിച്ചാൽ വളരെ നന്നായി. സാത്വികാഹാരം, യോഗ, മെഡിറ്റേഷൻ, എക്സസൈസ്. പിന്നെ നമ്മൾ മരുന്നും വേണ്ട പോലെ നമ്മൾ ശരിയായി ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി കുതിരയുടെ മുകളിലൊരു കുട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടി എടുക്കും, അത് കഴിഞ്ഞാൽ ബെറ്റർ ആവുമെന്നാണ് ഈ കാർഡ് പറയണത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ ഇത് റെസനേറ്റ് ചെയ്യണവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.